പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരേന് നന്ദി പറയുകയാണ്. എൻ്റെ പേര് അമൽ മൈക്കിൾ. ഞാൻ തലശ്ശേരി അതിരൂപതാംഗമാണ്, കണ്ണൂർ സ്വദേശി. എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയും മാതാവും തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹത്തിന് നന്ദി പറയാനായിട്ടാണ് ഞാൻ ഈ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധ വേദിയിലായിരിക്കുന്നത്. ആദ്യമായി തന്നെ ഇങ്ങനെ ഒരു അവസരം തന്ന ദൈവത്തിന് നന്ദി പറയുകയാണ്. 2021 മാർച്ച് 20 ഞാൻ ആദ്യമായി ഇവിടെ വന്നതും ഉടമ്പടി എടുത്തതും. എൻ്റെ അമ്മയുടെ കൂടെയാണ് ആദ്യമായിട്ട് ഇവിടെ വന്നത്. അമ്മ നിലവിൽ തന്നെ 14 തവണ ഉടമ്പടി പുതുക്കിയ ഒരാളാണ്. എൻ്റെ ജീവിതത്തിലുണ്ടായ, ഞാൻ ഡിഗ്രി പഠനകാലത്ത് എൻ്റെ ജീവിതത്തിലുണ്ടായ സെക്കൻഡ് ഇയർ ടൈമിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാനൊരു പുസ്തകം എഴുതാം എന്നുള്ളൊരു ആശയത്തിലോട്ട് വന്നത്. മറ്റധികം ആൾക്കാരോടൊന്നും പുറത്ത് പറയാൻ പറ്റാത്തൊരു അനുഭവം ആയതുകൊണ്ട് ഒരു പുസ്തകമായിട്ട് എഴുതാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒരു റൈറ്റപ്പ് പോലെ എഴുതി തുടങ്ങിയതാണ്. ആദ്യമൊക്കെ വീട്ടിലുള്ളവർക്ക് തന്നെ ഒരു കോമഡി ആയിരുന്നു എന്താണ് ഞാൻ എഴുതുന്നതെന്നുള്ള കാര്യം. പിന്നെ അത് സീരിയസ് ആയി പോയി. ഒരു വർഷത്തോളം എടുത്താണ് ഞാൻ എൻ്റെ പുസ്തകം കംപ്ലീറ്റ് ആക്കിയത്. 200 പേജുകളോളമുള്ള 9 കഥകളടങ്ങിയ ഒരു ഷോർട്ട് സ്റ്റോറീസ് കളക്ഷനാണ് എൻ്റെ പുസ്തകം. ഹോപ്പ് എന്നാണ് പേര്. പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, എനിക്ക് 22 വയസ്സേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു MBA ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. ഇത്രത്തോളം സാഹിത്യകാരന്മാരുള്ളൊരു മലയാള ലോകത്ത് എന്നെപ്പോലുള്ളൊരു ഡെബ്യൂട്ട് ഓതറിന് വരാമെന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതും പണ്ട് തൊട്ടേ എഴുതുമ്പോൾ ആരെങ്കിലും ഇതാര് പബ്ലിഷ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര തൻ്റെ അടുത്തോടു കൂടി പറയുമായിരുന്നു DC ബുക്സ് ആയിരിക്കും. ഒരു ബന്ധമില്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഏഷ്യയിലെ നമ്പർ 1 പബ്ലിഷിംഗ് ഹൗസാണ്. എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആര് ചോദിച്ചാലും പറയുന്നത് DC എന്നാണ്. വേറെ ഒന്നും ഞാൻ ആലോചിച്ചിരുന്നില്ല. അങ്ങനെ എല്ലാം കഴിയുമ്പോൾ DC ബുക്സിനെ ഞാൻ സമീപിക്കുകയാണ് ചെയ്തത്. അതെല്ലാം ഭയങ്കര സമയച്ചുരുക്കം ഞാൻ ഭയങ്കരമായിട്ട് കണ്ടിട്ടുള്ളൊരു കാലഘട്ടമാണ്. ഞാൻ എപ്പോഴും എഴുതാനിരിക്കുമ്പോൾ മാതാവിൻ്റെ തൈലം പുരട്ടി എൻ്റെ കയ്യിൽ കാശിരൂപം പിടിച്ച് ഞാനെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എൻ്റെ വീട്ടിൽ ഈശോയുടെ ഒരു ക്രൂശിത രൂപമുണ്ട്. അപ്പോൾ ആ ക്രൂസിഫിക്ഷൻ സ്റ്റാച്ചുവിൽ കൈ പിടിച്ചിട്ട് എനിക്കായി മുറിയപ്പെട്ട ഈശോയെ, അങ്ങയുടെ മുറിയപ്പെട്ട കരങ്ങൾ എൻ്റെ കരങ്ങളോട് ചേർത്ത് വെച്ച് എന്നെ പരീക്ഷ എഴുതിക്കണമേ, എന്നെ എൻ്റെ കഥകൾ എഴുതിപ്പിക്കണമെന്ന് പറഞ്ഞാണ് ഞാൻ എപ്പോഴും എഴുതിയിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും മാതാവിന് മടിയിലിരുന്ന് ഈശോയുടെ കൈ പിടിച്ചാണ് എൻ്റെ പുസ്തകം എഴുതിയിട്ടുള്ളതെന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പം അവസാനം ഇപ്പോൾ DC ബുക്സിനെ സമീപിക്കാനുള്ളൊരു സമയമായി. നമുക്ക് നോർമലി അറിയാം, എത്ര വലിയ എഴുത്തുകാരാണേലും ഇറ്റ് വിൽ ടേക്ക് അപ് ടു നോർമൽ ഒരു 3 to 6 months എടുക്കും ഒരു ബുക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്ത്. അത്ര വലിയ എഴുത്തുകാരുടെ ആണെങ്കിൽ പോലും അത് പബ്ലിഷ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. എൻ്റെ പുസ്തകം ഞാൻ സബ്മിറ്റ് ചെയ്ത് 17ാമത്തെ ദിവസമാണ് DC ബുക്സ് എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഇപ്പോൾ ഒരു 3 മാസത്തോളം ആവുന്നതേ ഉള്ളൂ. 3 എഡിഷൻ കഴിഞ്ഞു. ആയിരക്കണക്കിന് ആൾക്കാർ വായിച്ചു. 4ാം എഡിഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും എൻ്റെ ഇൻബോക്സുകളിലൊക്കെ ബുക്കിനെക്കുറിച്ചുള്ള റിവ്യൂസും മെസ്സേജസും എല്ലാം ഞാൻ കാണുന്നുണ്ട്. 22 വയസ്സിൽ ഇതെങ്ങനെ നടന്നു എന്നുള്ള കാര്യം എനിക്കിന്നും അറിയില്ല. ദൈവത്തോട് ഭയങ്കരമായിട്ട് നന്ദി പറയുകയാണ്. എങ്ങനെ എന്നെക്കൊണ്ട് നേരിട്ട് തന്നെ ഒരിക്കലും സാധിക്കുന്നൊരു കാര്യമായിരുന്നില്ല. ദൈവത്തിൻ്റെ പരിപാലനം ചെറുപ്പം തൊട്ടേ അനുഭവിച്ച് വന്ന ഒരാളാണ് ഞാൻ സ്കൂളിലൊന്നും പോവില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് എൻ്റെ ഫാമിലിയുള്ളവരൊക്കെ. എൻ്റെ അമ്മയൊരു ടീച്ചറാണ്. ഞാൻ സ്കൂളിൽ പോകാൻ എന്നെ LKGയിലും UKGയിലും എല്ലാം കൊണ്ടുവിട്ടു. LKGയിൽ ഒരു ദിവസം, UKGയിൽ പിറ്റേ വർഷം ഉച്ചവരെ എന്നിട്ട് തിരിഞ്ഞ് പോകുന്നതാണ് ഞാൻ. അങ്ങനെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് എന്നെ ഒന്നിക്കൊണ്ട് ചേർത്തത്. അപ്പോൾ എൻ്റെ ആ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ പുസ്തകത്തിന് പേര് ഹോപ്പ് എന്നാണ്. ഇതാണ് എൻ്റെ പുസ്തകം. കഴിയുന്നവരൊക്കെ വാങ്ങി വായിക്കാമെന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പം എൻ്റെ പുസ്തകത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇന്നോളം ഉണ്ടായ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫിക്ഷനും നോൺ ഫിക്ഷനും ചേർത്തുള്ളതാണ്. ഞാൻ കൃപാസനത്തിൽ വരുന്നതും കൃപാസനത്തിലുള്ള എൻ്റെ ഒരു വിശ്വാസമല്ല ഈ പുസ്തകത്തിൻ്റെ പല പേജുകളായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ എൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്ത് ഇവിടെ വന്നിരുന്നു. പിറ്റേ ദിവസം എനിക്കൊരു എക്സാമായിട്ട് വന്നപ്പോൾ എനിക്ക് എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് ഉള്ളതുകൊണ്ട് അവിചാരിതമായി ജോസഫ് അച്ഛനെ കാണാൻ പറ്റിയായിരുന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ കയ്യിൽ ബുക്കെന്ന്, ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് ബുക്കിൻ്റെ മണ്ടയിലാണ് പിടിച്ചത്. അപ്പോൾ അച്ഛൻ എന്താണ് ബുക്കെന്ന് ചോദിച്ച് അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് ബുക്ക് വാങ്ങിയിട്ട് കുറച്ച് എൻ്റെ ബ്ലർബ് ഒന്ന് വായിച്ച് നോക്കി. എന്നിട്ട് നേരെ മാതാവിൻ്റെ രൂപത്തിൽ പോയിട്ട് തൊട്ട് പ്രാർത്ഥിച്ചൊരു പുസ്തകമാണ്. അതുകൊണ്ടാണ് ഇത്ര വളരെ നന്നായിട്ട് വളരെ മിറക്കിൾ തന്നെയാണ് പുസ്തകത്തിൻ്റെ കാര്യത്തിൽ നടക്കുന്നതെന്ന് മാതാവിനോട് നന്ദി പറയുകയാണ്. പിന്നെ പലപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കാനൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ചെറുപ്പം തൊട്ട് പാട്ടുകാരനാണ്. എൻ്റെ പള്ളിയിലും തലശ്ശേരി അതിരൂപതയിലെല്ലാം പള്ളിയിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഞാനിപ്പോൾ ഇവിടെ MBA പഠിക്കുന്നത് ഇവിടെ ദൂരം മാറിയിട്ടാണ്, കോട്ടയത്താണ്. തലശ്ശേരി അതിരൂപതയിൽ റാസകുർബാനയ്ക്ക് ഡീക്കൻ മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അൺഒഫീഷ്യലായി സെലക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാനൊരു 54 റാസുകൾക്ക് ഒരു കൊച്ചച്ഛൻ നിൽക്കേണ്ട പൊസിഷനിൽ നിന്ന് കുർബാന ബലിപീഠത്തിൽ നിന്ന് അർപ്പിച്ചിട്ടുണ്ട്. എന്താണ് എൻ്റെ യോഗ്യത എന്ന് എനിക്കൊന്നും അറിയില്ല. കുർബാനയെ ചൊല്ലുന്ന പറയുന്ന പോലെ അയോഗ്യനും ബലഹീനും പാപിയായതുകൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നു എനിക്കിങ്ങനെ അവസരം കിട്ടിയത്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണ് എല്ലാത്തിനും എപ്പോഴും കൂടെ നിൽക്കുന്നത്. എനിക്ക് ആദ്യമൊക്കെ പത്രം കൊടുക്കാൻ ഒരു മടിയായിരുന്നു. പിന്നെ അമ്മയുടെ കൂടെ പോയാണ് എല്ലായിടത്തും പത്രങ്ങൾ കൊടുക്കുന്നത്. ഇവിടെ അടുത്തുള്ള പള്ളികളിലും എൻ്റെ നാട്ടിലാണെങ്കിലും ഒട്ടും പരിചയമില്ലാത്തവിടത്തും ഇങ്ങനെ ബസ് സ്റ്റാൻഡിലും നട റോഡിലൊക്കെ ഇറങ്ങി കൊടുക്കാറുണ്ട്. എനിക്കതും ഇപ്പോഴാണെങ്കിലും ഒരു മടിയുണ്ടാവും. പക്ഷേ അമ്മയാണെങ്കിലും മുന്നിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും അമ്മയോട് ചോദിക്കാറുണ്ട് അമ്മയ്ക്കൊരു നാണോ ഇല്ലേന്ന്. അമ്മയാണ് അതിൻ്റെ മുമ്പിട്ട് എപ്പോഴും നിൽക്കുന്നത്. അമ്മയോട് ഓൾറെഡി സാക്ഷ്യം പറഞ്ഞാണ് 14 തവണ പുതുക്കി
അപ്പോൾ അമ്മയാണ്. അതുപോലെ തന്നെ മറ്റ് ഹോസ്പിറ്റലുകളിൽ പറ്റുന്ന പോലെ, മെഡിക്കൽ കോളേജുകളിലൊക്കെ എപ്പോഴും ഇല്ല, പറ്റുന്ന പോലെ, ഞാൻ സ്റ്റുഡൻ്റാണ് അറിയാലോ, അതുകൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഭക്ഷണ പൊതികൾ കൊടുത്ത് പ്രേക്ഷിത പ്രവർത്തനത്തിൽ പങ്കാളിയാവാറുണ്ട്. അതുപോലെ തന്നെ അമ്മയുടെ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ട്. അമ്മ 1000 ജപമാലയൊക്കെയാണ് ഒരു മാസം കൊണ്ട് തീർക്കുന്നത്, ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. അപ്പം ഇങ്ങനൊരു പുസ്തകം എഴുതാൻ തന്നതും ഇവിടെ ഇങ്ങനെ ഒരു ബലിപീഠത്തിൽ ഇത്രത്തോളം വലിയ വലിയ അത്ഭുതങ്ങൾ നടന്ന ഈ ബലിപീഠത്തിൽ വന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ സാധിച്ചതിന് പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഒത്തിരി നന്ദി പറയുകയാണ്. ഇതാണ് പുസ്തകം. പ്രത്യാശ തന്നെയാണ്, ഹോപ്പ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. മുൻപോട്ടുള്ള ജീവിതത്തിൽ വായനക്കാർക്കും എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് തന്നെ ഒത്തിരി പ്രത്യാശ എൻ്റെ പുസ്തകം തരുന്നുണ്ട്. അടുത്ത പുസ്തകത്തിൻ്റെ പണിപ്പുരയിൽ തന്നെയാണ്. ഇന്ന് കൈപിടിച്ച് നടത്തിയ പോലെ തന്നെ മുന്നോട്ടുള്ള ജീവിതത്തിലും പഠിത്തത്തിലാണേലും, ഇപ്പോൾ MBA ഫസ്റ്റ് ഇയറാണ്, പാട്ടിൻ്റെ കാര്യത്തിലാണേലും അടുത്ത പുസ്തകമാണ്, എല്ലാത്തിലും പരിശുദ്ധ അമ്മ ഇതേപോലെ തന്നെ കൈപിടിച്ച് നടത്തുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ്. ഒരിക്കൽ കൂടി മാതാവിന് ഈശോയ്ക്ക് നന്ദി പറയുന്നു. വിശുദ്ധ പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം തിരുവചനം. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അമൽ മൈക്കിൾ എന്ന ഈ സഹോദരൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഒരു വലിയ കാര്യം ഈശോ തൻ്റെ കരങ്ങളിലൂടെ നിർവഹിപ്പിച്ചതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഈ മകൻ ഇന്ന് ഇവിടെ സാക്ഷ്യം പറയുന്നത്. കൃത്യമായും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന വലിയ ഉടമ്പടി സ്വഭാവമുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ഈ മകനെ ഈ സാക്ഷ്യം ഏറ്റുപറയാൻ സാധിക്കുന്നത്. സമയ ചുരുക്കത്തിൻ്റെ അമ്മ അമലിൻ്റെ വലിയ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് സാധ്യതകൾ തുറന്നു കൊടുത്തതിനെക്കുറിച്ചാണ് ഈ മകൻ ഏറ്റുപറയുന്നത്. തൻ്റെ അമ്മ തന്നെ ഒരു മാസത്തിൽ 1000-ലധികം ജപമാലകൾ അർപ്പിക്കുന്ന ഒരമ്മയുടെ മകനായതുകൊണ്ട് അതിൽ നിന്ന് എപ്പോഴും പരിശുദ്ധ അമ്മയെ എങ്ങനെ സ്നേഹിക്കണം, ഈശോയോടുള്ള സ്നേഹം എത്രമാത്രം ആഴമുള്ളതായിരിക്കണമെന്ന് കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ഒരു വലിയ പാരമ്പര്യം മകന് കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഏതൊരു പ്രതിസന്ധിയിലും ഈശോയെയും പരിശുദ്ധ അമ്മയെയും സ്നേഹിച്ച് ജീവിക്കുവാനുള്ള ഒരു ബേസ്മെൻറ്റ് ഈ മകന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മകനെക്കുറിച്ച് നമുക്ക് അടിയറയിട്ട് പറയേണ്ട ഒരു വലിയ കാര്യം. ഈ മകൻ വളരെ സ്വപ്നം സാക്ഷാത്കാരത്തിന് വേണ്ടി തന്നെ, അല്ലെങ്കിൽ ഒരു സ്വപ്നം, ഒരു ആഗ്രഹം സഫലീകരിക്കാൻ എഴുതി തുടങ്ങിയ ഒരു പുസ്തകം DC ബുക്സ് എന്ന് പറയുന്നൊരു നല്ല പബ്ലിക്കേഷനാണ്. അവർ പബ്ലിഷ് ചെയ്യുന്നത് ഒരു വലിയ സമയമെടുത്തുകൊണ്ടാണ്. അതിൻ്റെ എല്ലാ ചെക്കിങ്ങും അല്ലെങ്കിൽ സെലക്ഷനൊക്കെ ചെയ്ത് ഒരുപാട് വെരിഫിക്കേഷൻ നടത്തിയതിന് ശേഷം മാത്രമാണ് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്ത് വരുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിൽ നമുക്കറിയാവുന്നതുപോലെ നാം എവിടെയെല്ലാമാണോ പരിശുദ്ധ അമ്മയെ കൂട്ടിക്കൊണ്ട് നിറച്ച വസ്തുക്കളുമായി കയറി ചെന്ന് അവിടെ ഉടൻ പരിഹാരം നൽകുന്നതായിട്ടാണ് ഓരോ സാക്ഷ്യങ്ങളും നമ്മോട് ഏറ്റുപറയുന്നത്. 17 ദിവസത്തിനുള്ളിലാണ് ഈ മകൻ്റെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാനായി ഈ പബ്ലിക്കേഷൻ മുന്നോട്ട് വന്നത്. അതുപോലെ തന്നെ എഡിഷൻ വളരെ പെട്ടെന്നാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് നടക്കുമ്പോൾ ഈ മകനെ എല്ലാ തരത്തിലും ഭൗതികമായ എല്ലാ കഴിവുകളും നൽകി, എല്ലാ ആശ്വാസങ്ങളും എല്ലാ സാങ്കേതിക സാധ്യതകളും നൽകി മകനെ അനുഗ്രഹിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളും ഈശോയ്ക്ക് വേണ്ടി ചെയ്തപ്പോൾ, അതുപോലെ തൻ്റെ ദേവാലയത്തിലുള്ള എല്ലാ ശുശ്രൂഷകളും വളരെ സന്തോഷത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ചെറുപ്രായത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഈശോയുടെ ഒരു പ്രത്യേക അഭിഷേകത്തോടു കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചെറുപ്രായത്തിൽ തന്നെ സുവിശേഷങ്ങൾ നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നത് പോലെ യൗവനത്തിൽ നീ നുകമെടുക്കാൻ പഠിക്കുക എന്ന് പറയുമ്പോൾ യൗവനത്തിൽ തന്നെ നാം ഈശോയെ സ്നേഹിക്കുവാനും ത്യാഗം ചെയ്യാനും സഹനശക്തിയെ നാം ഏറ്റെടുക്കുമ്പോൾ ഈശോയുടെ കുരിശെടുക്കുവാൻ, ഈശോയെ അനുകരിച്ച ശിമയോനെ പോലെ അവിടുത്തെ കുരിശ് അദ്ദേഹത്തിന് ലഘുവായി പരിണമിച്ചു എന്നാണ് പറയുന്നത്. നമുക്കെപ്പോഴും ഈശോയോട് ചേർന്ന് നടക്കുമ്പോൾ അവിടുന്ന് നൽകുന്ന ചെറിയ ചെറിയ സഹനങ്ങൾ ഈശോയ്ക്ക് വേണ്ടി തന്നെ അവിടുത്തെ കുരിശിനോട് ചേർത്ത് വയ്ക്കാൻ, അവിടുത്തെ തിരുരക്തത്തിൻ്റെ വില മനസ്സിലാക്കാൻ, അവിടുത്തെ കണ്ണിൽ നാം എത്രമാത്രം വിലപ്പെട്ടവരാണെന്നും അവിടുത്തെ തിരുരക്തം കൊണ്ടാണ് നാം വില കൊടുത്ത് വാങ്ങിക്കപ്പെട്ടവരാണെന്നുമെല്ലാം മനസ്സിലാക്കുവാനും മറ്റുള്ളവരത് പറഞ്ഞ് മനസ്സിലാക്കുവാനും കൺവിക്ഷനോടുകൂടി സംസാരിക്കുവാനുമൊക്കെ ഉടമ്പടി നമ്മെ സഹായിക്കുന്നത്. അമൽ മൈക്കിളിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ കലകൾക്കും നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്